كفاني علم ربي من السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, കൈവിഷം മനുഷ്യനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഒരു അനുഭവ കഥയാണ് കഴിഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുഭവത്തിലേക്ക് പോവുകയാണ്. കൈവിഷം എന്ന സബ്ജക്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് കൈവിഷം? ഒരാൾ കഴിക്കുന്ന ഭക്ഷണം വയറ്റിലേക്ക് ചെല്ലുകയും അതിൻ്റെ വേസ്റ്റുകൾ സമയത്ത് പുറന്തള്ളാതെ വയറ്റിൽ തങ്ങുകയും അങ്ങനെ അത് വിഷമായി മാറുകയും ചെയ്യുക. ഇതാണ് കൈവിഷം യഥാർത്ഥത്തിൽ. ഇവിടെ നമ്മൾ പറയുന്ന കൈവിഷം മന്ത്രവാദികൾ ദുരുദ്ദേശം എന്ന് പറയുന്നത് വളരെ കരുതിക്കൂട്ടി പറയുന്നതാണ്. അവരുടെ ഒരു നിലപാടനുസരിച്ച് അതൊരു പക്ഷേ ഒരു സതുദ്ദേശം എന്ന് പറഞ്ഞേക്കാം. കാരണം അവിടെ മുമ്പിൽ വരുന്ന ആളുകൾ പല ഉദ്ദേശത്തോടു കൂടി വരുന്നു. അവർക്കൊരു നന്മ ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരത് ചെയ്തു കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾ വന്ന് പറയുകയാണ്, ഒരു ഉമ്മ വന്ന് പറയുന്നു. അങ്ങനെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മോന് വളരെ പ്രയാസമാണ്. സമയത്ത് വീട്ടിൽ വരുന്നില്ല, എപ്പോഴും കറങ്ങി നടത്തും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മോന് ഒന്ന് വീടുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കാൻ എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു തരണം. അങ്ങനെ ഒരു മന്ത്രവാദിയിട്ട് പറയുമ്പോൾ ആ മന്ത്രവാദി എന്താ ചെയ്യുക? ആ ഉമ്മയുടെ ഒരു സതുദ്ദേശമല്ലേ, ആ മോൻ വീട്ടിൽ ഉമ്മയായിട്ട് ഇണങ്ങി നിൽക്കാൻ ഒരു ചെറിയ മന്ത്രവാദം ചെയ്ത് പഞ്ചസാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ചെയ്തു കൊടുക്കുന്നു. ഉമ്മ സ്നേഹത്തോടു കൂടി മോന് വിളമ്പി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ കൈവിഷം എന്ന് പറഞ്ഞാല് ഇങ്ങനെ മന്ത്രവാദികൾ ചെയ്യുന്ന ഇത്തരം ഫുഡുകൾ ഒരാളുടെ ഉള്ളിലേക്ക് പോയാൽ അതിൽ പിശാചിന്റെ അറ്റാച്ച്മെന്റ് ഉള്ള ഭാഗം വയറ്റിൽ തങ്ങുന്നു. അതോടുകൂടി അത് വിഷമായി മാറുന്നു. സമയത്ത് അത് പുറത്തു പോകുന്നില്ലല്ലോ. അപ്പൊ അത് കൈവിഷമാണ്. യഥാർത്ഥത്തിൽ അത് സിഹ്റാണ്, കൂടോത്രമാണ്, മന്ത്രവാദത്തിന്റെ ഭാഗമാണ്, മാരണ പ്രവൃത്തിയാണ്. ഇതൊന്നും ആരും ഒരാൾക്ക് വേണ്ടിയും ചെയ്യാൻ പാടില്ല. ഒരാൾ അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ സ്വീകരിക്കേണ്ട നിലപാടുകളാണ്. അയാളെ അനുസരിപ്പിക്കുക എന്നതിന് മന്ത്രവാദപരമായി എടുക്കുന്ന നിലപാടുകളാണ്. അതിൻ്റെ ദോഷവശം ഞാൻ ഈ പറയുന്ന സംഭവത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് വരികയാണ്. ആ യുവാവ് പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എപ്പോഴും വീട്ടിൽ തന്നെ. മാത്രമല്ല ഉമ്മയായിട്ട് ഭയങ്കര ഉടക്ക്, സഹോദരങ്ങളായിട്ട് ഭയങ്കര ഉടക്ക്. എനിക്കതൊക്കെ എല്ലാം അറിയാൻ നല്ലോണം ആവണമെന്നുണ്ട്. എന്നെ സഹോദരങ്ങൾക്ക് ഒരുപാട് സഹായിക്കും, ഉമ്മ സഹായിക്കും. ഇപ്പൊ ഞാൻ സഹോദരന്റെ വണ്ടി എടുത്താൽ നിങ്ങളുടെ അടുത്ത് വന്നത്, ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മതി, അവര് കൊണ്ടുപോയിക്കോ എന്ന് പെട്ടെന്ന് പറയും. അത്രയും ഉപകാരമുള്ളവരെ. പക്ഷേ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവരുമായിട്ട് എനിക്ക് ഉടക്കും, പ്രശ്നമാണ്. കുറച്ചാളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല, ജോലികൾക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ കഴിയുകയാണ്. അങ്ങനെയാണ് ഞാൻ ആ സഹോദരനെ മന്ത്രിക്കുന്നത്. ആ സഹോദരൻ ഛർദ്ദിക്കാൻ തുടങ്ങി. കൈവിഷം വളരെ കൊഴുപ്പ് നിറഞ്ഞ ദ്രാവകമാണ്, പല കളറിലുള്ള ദ്രാവങ്ങൾ. അങ്ങനെ ഛർദ്ദിക്കുന്നതിൻ്റെ ഇടയിൽ ആ സഹോദരൻ കാണുന്ന രംഗം, മാതാവ് ഭക്ഷണത്തിൽ കൈവിഷം കൊടുക്കുന്ന രംഗമാണ്.
അപ്പോൾ അത് എൻ്റെ പിന്നെ വിശകലനത്തിൽ കൂടുതലുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് മാതാവ് ഇങ്ങനെ മോൻ്റെ പിന്നെ വികാരം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ സംഭവം നടന്നു. മോൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. പക്ഷേ അവൻ്റെ ജോലി ചെയ്യാൻ പോകാൻ കഴിയുന്നില്ല. പിന്നെ ഈ പൈശാചിത കൊണ്ട് എല്ലാവരുമായിട്ട് ഉടക്കും പ്രശ്നവും കാര്യങ്ങളും. ഛർദിൽ കഴിഞ്ഞപ്പോൾ ഖുർആന്റെ ഏതാനും ഭാഗങ്ങൾ ഓതി ആ ഛർദിൽ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആള് നേരം വെളുത്തതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഞാനെന്തോ ഒരു യാന്ത്രികമായിരുന്നു, എനിക്കെല്ലാം റാഹത്തായി, എനിക്ക് ഇനി നല്ലപോലെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചു. പ്രിയമുള്ളവരെ, എന്താണ് കൈവിഷം? ആ കൈവിഷം കൊണ്ടുള്ള ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള ദോഷങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും പ്രോഗ്രാമുകളിൽ അത് നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള മന്ത്രവാദികളുടെ മുഴുവൻ വിക്രിയകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു കാക്കട്ടെ. സിഹർ, കൂടോത്രം, കണ്ണേറ്, പൈശാചിക ബാധകൾ, ഇതിൽ നിന്നെല്ലാം നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. فاني علم ربي من سؤال